കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലൻ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, പലവിധമായ ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന ഫിലിപ്പി സഭയെ നോക്കി അപ്പോസ്തലൻ എഴുതുന്ന ഒരു വചനമാണ് ഇത്. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അനേകരെ എടുത്ത് നോക്കുമ്പോൾ പലതിലും എനിക്ക് ഇല്ല എന്ന് കുറവ് പറയുന്നവർ തന്നെ അനേകരുണ്ട്. പക്ഷേ കർത്താവ് പറയുന്നു തൻ്റെ സമ്പന്നതയ്ക്ക് തൻ്റെ മഹത്വത്തിലുള്ള ആ സമ്പത്തിന് ഒത്തവണ്ണം നമ്മുടെ കുറവുകളെ നിറവാക്കി തരുമെന്ന് വചനം പറയുന്നു. അപ്പം നമുക്ക് കുറവെന്ന് പറയുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൽ കുറവ്, ആത്മീക ജീവിതത്തിൽ കുറവ്, സന്തോഷത്തിൽ കുറവ്, സമാധാനത്തിൽ കുറവ്, അടുത്തവരോടുള്ള ഐക്യതയിൽ കുറവ്, അതേപോലെ തന്നെ ആരോഗ്യത്തിൽ കുറവ്, ബിസിനസ്സിൽ മക്കളുടെ കല്യാണം നടക്കാതിരിക്കുമ്പോൾ അതൊരു കുറവ്, കല്യാണം കഴിഞ്ഞ മക്കൾക്ക് കൊച്ചുമക്കൾ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു കുറവ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ എവിടെ നോക്കിയാലും ഒരു മനുഷ്യ ജീവിതം എന്നിലല്ലെങ്കിൽ വേറെ ഒന്നിൽ കുറവുപെട്ടവരെ ഈ ലോകത്തുള്ളൂ. അപ്പോൾ ദൈവം പറയണമെന്ന് പറഞ്ഞാൽ തൻ്റെ സമ്പന്നതയ്ക്ക് ഒത്തവണ്ണം ഞങ്ങളെ ബുദ്ധിമുട്ടുകളെല്ലാം കുറവുകളെല്ലാം നിറവാക്കി നടത്താമെന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, കല്യാണ വീട്ടിൽ ഈ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതാണ് സ്വർഗത്തിൽ നിന്ന് വന്ന യേശു ആദ്യം ഈ ഭൂമിയിൽ വച്ച് ചെയ്ത ഒരു അത്ഭുതം എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, കൊച്ചു കുട്ടികളോട് ചോദിച്ചാലും പറയും യേശു ചെയ്ത ആദ്യത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ രസമാക്കി മാറ്റിയെന്ന്. അത് എങ്ങനെ അത് വീഞ്ഞായി മാറി പച്ചവെള്ളം? അപ്പോൾ വെറും അവിടെ ഇരുന്ന കുറേ വെള്ളത്തെ ചെന്നിട്ട് ഇതത്രയും അങ്ങ് വീഞ്ഞായി മാറട്ടെ എന്ന് യേശു ഒരിക്കലും പറഞ്ഞില്ല. യേശു എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവിടെ ഇരുന്ന ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവാൻ പറഞ്ഞു. അപ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലുള്ള ചില കുറവുകൾ, ചില വേദനകൾ നീങ്ങിപ്പോകണമെങ്കിൽ, അത് സമ്പൂർണ്ണം അടയണമെങ്കിൽ നാം കർത്താവിനോട് നിരപ്പ് പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒഴിഞ്ഞിരുന്ന ആ ഒരു കൽപ്പാത്രത്തിൽ വെള്ളം നിറച്ചതുപോലെ നമ്മുടെ ഹൃദയമായ ആ ഒരു പാത്രത്തിൽ പരിശുദ്ധാത്മാവ് കൊണ്ട് നാം നിറയ്ക്കേണ്ടിയിരിക്കുന്നു. നാം നല്ലത് ചെയ്യുമ്പോൾ, കർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോൾ അത് കർത്താവിന് ദാനമായി തരുന്നതാണ് പരിശുദ്ധാത്മാവും വിശുദ്ധ ജീവിതവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ മാറ്റേണ്ടത്, ചിലതൊക്കെ നിറയ്ക്കേണ്ടത് ഇരിക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ പ്രാപിക്കാൻ സാധ്യമല്ലാതെ പോകുന്നു. നാം ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ അവർക്കൊക്കെ പ്രാർത്ഥിച്ച ഉടനെ ദൈവം മറുപടി കൊടുക്കുന്നു, ഞാൻ എത്ര പ്രാർത്ഥിക്കുന്നു, എത്ര കാണിക്ക കൊടുക്കുന്നു, എത്ര നാൾ ഞാൻ ഉപവസിച്ചു, എങ്കിലും എൻ്റെ കാര്യം ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. പ്രിയ ദൈവവൈതലെ, ഈ കർപ്പാത്രത്തിൽ ശിഷ്യന്മാർ വെള്ളം നിറച്ചില്ല എന്നുണ്ടെങ്കിൽ കോരിക്കൊണ്ട് വിരുന്നു വാഴിക്ക് കൊടുക്കുവാൻ യേശുവിന് പറയുവാൻ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചെയ്യേണ്ടത് ചെയ്തപ്പോൾ യേശു പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ട ചിലത് മാറ്റിയിട്ട് നാം സ്വീകരിക്കേണ്ട ചില നല്ല കാര്യങ്ങളെ സ്വീകരിച്ച് ഈ കർപ്പാത്രങ്ങളെപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുമ്പോൾ കർത്താവിൻ്റെ ആ മഹത്വമുള്ള കരം, ആ മഹത്വമുള്ള തേജസ്സിനൊത്തവണ്ണം നമ്മുടെ ബുദ്ധിമുട്ടുകളും കുറവുകളും മാറ്റിത്തരും. ഇവിടെ പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമായി തീർത്ത് തരുമെന്ന്. അപ്പം പൂർണ്ണമായി തീരണമെങ്കിൽ നാം പൂർണ്ണമായി നമ്മെ തന്നെ ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവ പൈതലെ, ഈ ദിവസങ്ങൾ ദൈവവചനം അനുസരിച്ച് നടക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന നിൻ്റെ പൈതങ്ങൾ കർത്താവെ, എന്തിലാണ് കുറവുപട്ടിരിക്കുന്ന അടിയാൾക്കറിയത്തില്ല, പക്ഷേ അങ്ങയ്ക്ക് ദൈവമിപ്പോൾ ഇവരെ ഉള്ളതുപോലെ അറിയാമല്ലോ കർത്താവെ. ഇവിടെ ജീവിതത്തിൽ കർത്താവ് ഇവൾ കുറവുപട്ടിരിക്കുന്നതിൽ കർത്താവ് ഇവരെന്തെങ്കിലും ചെയ്യുവാനുണ്ടെങ്കിൽ ഇവർക്ക് പരിശുദ്ധാത്മാവിനാൽ അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കണമേ. ശിഷ്യന്മാരോട് കർത്താവെ കൽപാത്രത്തിൽ വെള്ളം കോരി നിറപ്പാൻ അങ്ങ് കൽപ്പിച്ചതുപോലെ ഇവരുടെ ജീവിതത്തിൽ എന്താണ് ഇവർ നിരപ്പ് പ്രാപിക്കേണ്ടത്, എന്താണ് ഇവർ നിറയ്ക്കേണ്ടത് എന്നിവർക്ക് മനസ്സിലാക്കി കൊടുത്ത് കർത്താവെ അങ്ങയുടെ ആ അനുഗ്രഹം സമ്പൂർണ്ണമായി ഈ ഭൂമിയിൽ അവർ ജീവിക്കുമ്പോൾ അനുഭവിക്കുവാനും അങ്ങയുടെ കൂടെ നടന്ന് അങ്ങയുടെ രാജ്യത്തിൽ വന്ന് അങ്ങയോടുകൂടെ വസിപ്പാനും ഓരോരുത്തരും കൃപ നൽകണമേ. അങ്ങയുടെ വലതുകരം പിടിച്ച് നടത്തണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.